കാടു കുളിരിന് കൂടു കുളിരിന് മാടും. ഇറങ്ങടാ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് നടക്കടാ. ആ പിടി. ആരാ? അയ്യോ അപ്പു, ഓടിക്കോ. അവന്മാരെന്നാ പറയാനാ? താൻ വടിച്ചു ജീവിക്കുന്നു, ഞാൻ പൊടിച്ചു ജീവിക്കും, അത്രേ ഉള്ളൂ. അയ്യോ അതാരാണ്? അപ്പുകൂട്ടനല്ലേ? നീനാടാ ഒരു കട്ടേച്ചോ കൊന്നച്ചോട് വരുന്നേ? അതൊരു ഏനക്കേട് പിടിച്ച ഓട്ടമാണല്ലോ താമരാക്ഷ. ആ വാ. ഗോവൻ സാറേ, ഗോവൻ സാറേ, ഗോവൻ സാറേ. ഓ നീയാണോ? എന്താടാ അർദ്ധരാത്രി? പറയടാ. സാർ ഒന്ന് പുറത്തു വന്നേ. നീ കാര്യം പറ. ആ സുഗന്ധിയെ ആരും കൊന്നു. നീ അങ്ങോട്ട് പോ, ഞാൻ വരാം. നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ കണ്ടു സാർ. 2-3 പേര് ചേർന്ന് ശവം ആറ്റുതീരത്തുള്ള തെങ്ങും തോപ്പിക്കൊണ്ടിട്ടു. ചാണ്ടി കുഞ്ഞാശാന്റെ വണ്ടിയിലാ ശവം കൊണ്ടുവന്ന്. നീ എന്തിനാ തെങ്ങും തോപ്പി പോയത്? നിന്റെ വീട് അവിടെ അല്ലല്ലോ. അവിടെ ചെത്ത് തെങ്ങുണ്ട്. ഞാൻ ഇത്തിരി കള്ളു കുടിക്കാൻ വേണ്ടി തെങ്ങ കയറിയപ്പോഴാ എന്നെ കണ്ടതും ശവവും വണ്ടി ഇട്ടേച്ച് അവർ ഓടിക്കളഞ്ഞു. ചാണ്ടി കുഞ്ഞാശാന്റെ വണ്ടി. ശവം കൊണ്ടുവന്നാരാണെന്ന് നിനക്ക് ഒരു പിടിയില്ലേ? ഇല്ല സാർ, നല്ല ഇരുട്ടായിരുന്നു. സംഭവം വേറെ ആരെങ്കിലും കണ്ടോ? ഇല്ല, ഞാൻ ഓടിപ്പോരുന്നത് താമരാശനും പുഷ്കരനും കണ്ടു. പക്ഷെ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. നീ വീട്ടിലേക്ക് വയ്ക്കോ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അപ്പോ തൽക്കാലം ആരോടും പറയണ്ട, നീ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. എല്ലാവരും അകത്തു പോകും, എന്റെ തൊപ്പിയും തെറിക്കും. ഇതൊക്കെ ഇത്ര റഫായിട്ട് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ? അന്യോന്യം കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഞങ്ങൾ മാത്രമല്ലല്ലോ, താനും അകത്തു പോകും. അതങ്ങനെ? അത് ഞാനിനി വിസ്തരിക്കണോ? രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കണോ? ആ അപ്പു എന്റെ കയ്യിൽ തന്നെ വന്ന് കുടുങ്ങിയത് എല്ലാവരുടെയും ഭാഗ്യം. അവനൊരു വിടുവായനാ. നാളെ നേരം വെളുത്ത സംഗതി ലോകം മുഴുവൻ അറിയും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു വഴിയേ ഉള്ളൂ, ആ ബോഡിയും കാറും അവിടുന്ന് മാറ്റണം. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി നശിപ്പിക്കണം. പക്ഷെ അപ്പു കള്ളു കുടിച്ചിരുന്നു. അതുകൊണ്ട് അത് മെഡിക്കൽ ടെസ്റ്റ് തെളിയിക്കാം. ഫിറ്റായപ്പോ അവന്റെ ഒരു ഹാലൂസിനേഷൻ. എല്ലാം വെറും തോന്നൽ.
ആരും ആരെയും കൊന്നിട്ടില്ല. അവന് ചുമ്മാ തോന്നിയതാ. അപ്പൊ പിന്നെ ആ പെണ്ണെവിടെ പോയി? ആ ഇറ്റ് ഇസ് നൺ ഓഫ് അവർ ബിസിനസ്. ഏതോ ഒരു നൃത്തക്കാരി പെണ്ണ് മിസ്സിംഗ്, കാണാനില്ല. എടോ ഗോപ, ആ? നമുക്കൂടെ പോകാമായിരുന്നു. നല്ല ഒന്നാം തരം വിഡ്ഢികളെയാണ് അയച്ചിരിക്കുന്നത്. ആ, താനൊന്ന് സമാധാനപ്പെട്. അവര് പോയി ബോഡിയായിട്ട് വരട്ടെ. കഷ്ടകാലത്തിന് നമ്മളെ ആരെങ്കിലും കണ്ടാ അതോടെ തീർന്നു. അവന്റെ ഓട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതൊരു കൊലപാതകമായിരിക്കുമെന്ന്. ഒരു കാര്യം ചെയ്യേ, കുക്കറിനെ ഇവിടെ നിൽക്ക്, ഞാൻ വീട് വരെ പോയിട്ട് വരാം. അതങ്ങ് മനസ്സിരിക്കട്ടെ. അതെന്നാ? എടോ, കൊലപാതകമില്ലാത്ത എത്ര വഴികളുണ്ട് ഇവിടെ. താനല്ലേ എന്നെ ഈ വഴി കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ താനിവിടേക്ക് ഞാൻ പോയിട്ട് വരാം. ആഹാ, നിന്നേ വഴിയിൽ എത്ര അനാഥ പ്രേതങ്ങൾ കിടക്കുന്നു. താനല്ലേ ഒന്നാം സാക്ഷി. അവിടെ താനിവിടെ നിൽക്ക്, ഞാൻ വീട് വരെ പോയിട്ട് വരാം. എടോ, ഞാൻ കണ്ടപ്പോ അനാഥ പ്രേതമല്ലായിരുന്നു, ജീവനുള്ള പ്രേതമായിരുന്നു. താൻ കണ്ടപ്പോൾ അനാഥ പ്രേതം. അവിടെ താനിവിടേക്ക് ഞാൻ പോയിട്ട് വരാം. നിക്ക് ഏതായാലും ഒരുമിച്ചല്ലേ വന്നത്, ഒരുമിച്ചങ്ങ് പോവാം. എന്തായാലും ഒന്നാം സാക്ഷി കുക്കറിനാ. പറയും ഒന്നാം സാക്ഷി തന്നെ പറയും. മരിച്ചുപോയ വലിയൊരു ചവരക്കാരുണ്ടായിരുന്നു, ബേലു. അങ്ങേര് പറയും. ദേ ഗോപ, എന്താ ഇത്ര വൈകിയത്? ഒരു രക്ഷമില്ല മുതലാളി, അവിടെ ആളും ബഹളമായി പോയി. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇല്ല, വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഒളിച്ചും പതുങ്ങിയാ പോയത്. താൻ എന്താ ആലോചിക്കുന്നത്? ഇനി എന്താ ചെയ്യേണ്ടെന്ന് പറ. ഗോപ, നീ എന്താ ഒന്നും മിണ്ടാത്ത? താൻ കിടന്ന് ബഹളം ഉണ്ടാക്കി അവരെ കൂടെ വരട്ടാതെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. വിജയം പോയിക്കോ. ശരി സാർ. അപ്പു ഇരിക്കെ. നല്ല ഉറക്ക ക്ഷീണമുണ്ടെന്ന് തോന്നല്ലോ അപ്പൂനെ. ആ ഇരിക്കപ്പോ. സാർ എന്നെ എന്തിനാ വിളിച്ചത്? ഞാനിപ്പോ എന്താ പറയേണ്ടത്? കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞെടുക്കാണല്ലോ അപ്പു. അപ്പു എന്നോടൊന്ന് സഹകരിക്കണം. ആ താമരാക്ഷനും പുഷ്കരനും രാത്രിയിൽ നീ ഓടുന്ന കണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. ആ അവരത് പോലീസിൽ പറഞ്ഞു. ആ കാറിൽ നീ അവളെയും കൊണ്ട് ചുറ്റുന്നത് പലരും കണ്ടവരുണ്ട്, ചന്തയിലും മറ്റും. ഒറ്റ നോട്ടത്തിൽ തെളിവുകൾ നിനക്കെതിരാണ്. സാർ പേടിക്കണ്ട. എല്ലാരെയും ബോധ്യപ്പെടുത്താൻ നിന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യണ്ടേ? സാർ ഞാനല്ലേ പറയുന്നത്. എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ കേസ് എന്റെ കയ്യിലാ. എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം, ഓടിക്കാം, നിന്നെ രക്ഷപ്പെടുത്താം. ഉടനെ കുറ്റവാളി അറസ്റ്റ് ചെയ്തില്ലേ നാട്ടുകാർ ബഹളം ഉണ്ടാക്കും. നീ എന്റെ ആളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ കേസ് എന്റെ കയ്യിൽ നിന്ന് പോകും. സാർ ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ തെങ്ങയിലിരുന്ന്. അതൊക്കെ എനിക്കറിയാം. വിജയം പോ. സാർ, എനിക്ക് നിന്നെ വിശ്വാസമാണ്. പക്ഷെ നിനക്കെതിരാണ് തെളിവുകളല്ല. 2 ദിവസം കഴിഞ്ഞോട്ടെ, ഞാൻ എല്ലാം ഒതുക്കിക്കൊള്ളാം. അപ്പോഴത്തേക്ക് ജനങ്ങളും ഒന്ന് അടങ്ങും. സാർ ഞാൻ പോയിട്ട് വരാം. അയ്യേ, എന്തായി പറയുന്നേ? അല്ല സാർ, ഞാൻ പോയിട്ട് അമ്മയടുത്തും അബൂക്കടുത്തും സരോജിയുടെ അടുത്തും രാമൻകുട്ടി അടുത്തൊക്കെ പറഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ അവരെ പേടിക്കും. ഒന്നുമില്ല, ഞാൻ പറഞ്ഞോളാം. സാർ ഒന്നും പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. സാർ ഞാൻ പോയിട്ട് വരാം. സാർ